സിനിമാക്കാരുടെ ബ്ലൈൻഡ് ഫാൻസ് ആയിട്ട് കുറെ എണ്ണം ഉണ്ടാവുമല്ലോ. നമ്മുടെ നാട്ടിലും ഉണ്ട് കുറെ എണ്ണം. എനിക്കൊന്ന് കണ്ടാ മതി, എന്നെ ഒന്ന് കാണാൻ സമ്മതിക്കണേ, എന്റെ ജീവിതാഭിലാഷാണേ, എന്റെ അന്ത്യാഭിലാഷമാണ് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ആളാണോ നിങ്ങൾ? എന്നാൽ നിങ്ങളുടെ സിനിമ ഇപ്പൊ OTT റിലീസ് ചെയ്തിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഷാറൂഖ് ഖാന്റെ ഫാൻ പറഞ്ഞിട്ടൊരു പടമുണ്ട്. അതിനെ പറ്റിയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. ആ സിനിമയുടെ ഒരു സിമിലർ പ്ലോട്ട് ആണ്, പക്ഷെ അത് കുറച്ചും കൂടി ഡേഞ്ചറസ് സൈഡ് അല്ലെങ്കിൽ വയലൻസിലോട്ടൊക്കെ പോകുന്നുണ്ട്. ഇത് ഭയങ്കര ഫീൽ ഗുഡാണ്. എങ്ങനെയാണ് വെച്ചാൽ, നമ്മുടെ ഹീറോന് 3 കോടി രൂപ കടമുണ്ട്. എന്താ ചെയ്യാ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഫാൻ ബോയ് ആയ ബ്ലൈൻഡ് ഫാൻ ഇത് അറിയുന്നത്. നേരെ കാമുകിയുടെ തന്തപ്പിടിയുടെ അടുത്ത് പോവും. നിങ്ങളുടെ മകളുടെ പിന്നാലെ ഇനി ഞാൻ നടക്കില്ല, എനിക്ക് വെറും 3 കോടി റുപ്യ തന്നാൽ മതി. തന്തപ്പിടി വേഗം 3 കോടി റുപ്യ കൊടുക്കുന്നു. നേരെ പോയി നമ്മുടെ ഹീറോ ഗാരുവിന് കൊടുക്കുന്നു, കടം തീർക്കുന്നു. യാര് തലേബാ നീങ്കല്ല, യാര് അറിയാണ്ട് ചോദിക്കുകയാണ്. സത്യം പറ, നിന്റെ പേര് ഉണ്ണിക്കണ്ണൻ വിജയവാഡ എന്നല്ലേ? നമ്മൾ പറയാൻ പോണ സിനിമ ആന്ധ്ര കിങ് താലൂക്ക. ഇതിൽ നമ്മുടെ ഉപേന്ദ്ര ഉണ്ട്, അതേപോലെ തന്നെ റാം പൊത്തനേനി. സിനിമ തുടങ്ങുന്ന സമയത്ത് ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നുണ്ട്, ദ റിയൽ സ്റ്റാർ ഉപേന്ദ്ര, ദ എനർജറ്റിക് സ്റ്റാർ റാം പൊത്തനേനി. എല്ലാവരും സ്റ്റാർ ആണ് തെലുങ്കിൽ. മാങ്ങ പറിക്കൽ സ്റ്റാർ, വെള്ളം കോരൽ സ്റ്റാർ, തേങ്ങ ചിരകൽ സ്റ്റാർ. ആകാശത്ത് പോലും ഇത്രയും സ്റ്റാർ ഉണ്ടാവില്ല, അതിലും സ്റ്റാർ ആണ് തെലുങ്കിലും. എല്ലാവരും സ്റ്റാർ ആണ്, എടുത്തു നോക്കിയാൽ മതി, എല്ലാത്തിനും സ്റ്റാർ ആണ്. ഉപേന്ദ്രയ്ക്കാണ് കടമുള്ളത്. ആ കടം വീട്ടാൻ നടക്കുന്ന ഫാൻ ബോയ്, റിയൽ ഫാൻ ബോയ് അല്ലെങ്കിൽ ബ്ലൈൻഡ് ഫാൻ ബോയ് ആണ് നമ്മുടെ റാം പത്തനേനി. അണ്ണന്റെ ഈ ഇടയ്ക്ക് ഒരു പടം ഞാൻ കണ്ടിട്ടായിരുന്നു. എന്താണ്? അഖണ്ഡയുടെ ഡയറക്ടറിന്റെ സ്കണ്ട. എനർജറ്റിക് സ്റ്റാർ ആണ്, കറക്റ്റ് ആണ്. ഡബിൾ റോൾ ആയിരുന്നു, സിംഗിൾ അല്ല, ഡബിള്. ഏതൊരു ചീഫ് മിനിസ്റ്ററിന്റെ, ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ വീട്ടിലോട്ട് ബോംബ് പൊട്ടിച്ച് സ്ലോ മോഷനിൽ നടന്നു വരുന്ന സീനൊക്കെ ഉണ്ട്. അയ്യോ, ഈ സിനിമ തുടങ്ങണ സമയത്ത് ശരിക്കും ഒരു തൊലിഞ്ഞ പടമാണിത്. 2.25 മണിക്കൂറുണ്ട് ഈ പടം. എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. സ്കിപ്പ് അടിച്ചിട്ട് പണ്ടാരം തീരണ്ടേ. സിനിമ തുടങ്ങുന്ന സമയത്ത് 2002 കാണിക്കുന്നത്. നമ്മുടെ ഉപേന്ദ്ര ആന്ധ്ര കിങ് സൂര്യ എന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. ആളുടെ കുറച്ച് പോർഷൻസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഡ്രാമ നാട്ടകം തോറ്റും, ആജാതി വെറുപ്പിക്കലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റാംപോന്റെ ഇൻട്രോ ഉണ്ട്. അണ്ണൻ ഫുൾ മാസാണ് കാണിക്കുന്നത്. പേക്കൂത്ത് ആയിട്ടാണ് തോന്നുന്നത്, ശരിക്കും പേക്കൂത്ത്. മറ്റേ ഉപേന്ദ്രയ്ക്ക് വേണ്ടിയിട്ട് അണ്ണൻ ചാവാൻ വരെ റെഡിയാണ്. ആ സമയത്താണ് നായിക ഭാഗ്യശ്രീ ബോസിനെ കാണുന്നത്. ഇത്രയും ഭാഗ്യം കെട്ടൊരു കൊച്ച് ഈ സിനിമയിൽ ആകെ നന്നായി അഭിനയിച്ചിട്ടുള്ള ആ കൊച്ചാണ്. മിസ്റ്റർ ബച്ചനെ പറ്റി ഞാൻ പറയില്ല. കാന്ത കിങ്ഡം, ഈ പടം, ആ കൊച്ച് നന്നായി അഭിനയിക്കുന്ന പടം. പക്ഷെ അക്ക പൊട്ടും, 100% കൺഫേം. ശ്രീലയിലെ പോലെയൊന്നും അല്ല, ഈ കൊച്ച് നന്നായി പെർഫോം ചെയ്യുന്നതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. മുങ്ങാമോണ കപ്പലിനെ ഏഷ്യൻ പെയിന്റ്സ് അടിച്ചിട്ട് എന്ത് കാര്യം, ബർജർ അടിച്ചിട്ട് എന്ത് കാര്യം. നായകനും നായികയും കൂടി കാണുന്ന ഒരു സീൻ ഉണ്ട്. നായകൻ തേങ്ങ എടുത്ത് തിയേറ്റർ എറിഞ്ഞ് പൊട്ടിക്കുന്നു, നായികയുടെ ഒരു ഗ്ലാൻസ് കാണുന്നു. നായിക ഓടുന്നു, അടുത്ത തേങ്ങ എടുത്ത് എറിയുന്നു, കൊച്ചിനെ കാണുന്നു. അടുത്ത തേങ്ങ എടുത്ത് എറിയുന്നു, കൊച്ചിനെ കാണുന്നു. ആൻഡ് ഇതില് ഇജാതി പേക്കൂത്ത് കാണിച്ച് നടക്കണ ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവനെ കാണുമ്പോൾ നായികയ്ക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അയ്യോ, ഇതൊന്നും നിർത്താനായില്ലേ? ആൻഡ് നായകൻ ഇംഗ്ലീഷ് എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാന്നൊക്കെ പറയുന്നുണ്ട്. ബാങ്ക് ലോൺ അപ്ലൈ ചെയ്യാൻ ബാങ്കിൽ പോയിട്ട് ഏതെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടോ ചോദിക്കുമ്പോ ഒരു വലിയൊരു ചാർട്ടില് കുന്ന്, പുഴ, കാക്ക, സൂര്യൻ, വീട് വരച്ചിട്ട് പറയണേ ഇതാണ് എന്റെ വീട് എന്ന്. നിങ്ങൾ ശരിക്കും സ്പൂഫ് പടമാണ് എടുത്തു വെച്ചിരിക്കുന്നത്, അതോ ഇങ്ങനത്തെ ശരിക്കും റിയൽ ലൈഫ് സ്റ്റോറി പോലെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്? അറിയാൻ ചോദിക്കുക. പലപ്പോഴും ഈ സിനിമ സ്പൂഫ് പടം പോലെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു മൊമെന്റിൽ പോലും എനിക്ക് ഈ സിനിമ ഒരു പോസിറ്റീവ് ആയിട്ട് തോന്നിയതേ ഇല്ല. ചിലപ്പോൾ ഈ തെലുങ്കിലുള്ളവർക്കൊക്കെ വന്നിട്ട് ഉപേന്ദ്ര ഗാരു, റാംപോ ഗാരു അങ്ങനെയൊക്കെ അമിതമായ പ്രാന്തായിട്ട് നടക്കുന്നവർക്കൊക്കെ അടിപൊളിയായി തോന്നും. ഒരു ഫീലിംഗ് ഇല്ലാത്ത പടം. ആൻഡ് ഇതിൽ അനിരുദ്ധ് പാടിയ ഒരു പാട്ടുണ്ട്, അത് നൈസായിരുന്നു. അത് നൈസ് സാധനമായിരുന്നു. ബാക്കി പാട്ടും അതേപോലെ തന്നെ മ്യൂസിക് വർക്കൊന്നും ഒരു കാര്യമില്ല. വെറുതെ എന്തൊക്കെയാ കാണിക്കുന്നുണ്ട്. പിന്നെ തിയേറ്റർ തുടങ്ങാൻ പോകുന്നുണ്ട്, വേറെ എന്തൊക്കെയാ കാണിക്കുന്നുണ്ട്. എനിക്കറിയില്ല, ചിലർക്ക് ഇത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ആവും, ചിലർക്ക് ഒട്ടും വർക്ക് ആവില്ല. എനിക്ക് ഒട്ടും വർക്കാവാത്ത ഒരു തൊലിഞ്ഞ പടമായിട്ടാണ് തോന്നിയത്. ആൻഡ് ലാസ്റ്റ് ഒക്കെ അയ്യോ ക്രിഞ്ച് പറഞ്ഞ എക്സ്ട്രീം ലെവൽ ക്രിഞ്ചാണ്. ഇമോഷനൊക്കെ ഇട്ട് കയറ്റാൻ നോക്കിയിട്ടുണ്ട്. എന്താണ് ആന്ധ്ര കിങ് താലൂക്ക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നേ പറയാൻ തോന്നിയിട്ടുള്ളൂ. കൊക്കക്കോളയുടെ ഒക്കെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്. കൊക്കക്കോളയും 7up പോലത്തെ 2 സാധനങ്ങളുണ്ട്. ഇത്ര ഉപേന്ദ്ര ഫാൻസ് കൊക്കക്കോള കുടിക്കും, വേറൊരാളുടെ ഫാൻസ് 7up കുടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചങ്ങായിയുടെ പേക്കൂത്താണ് സഹിക്കാൻ വയ്യത്ത്. ഈ സിനിമയിൽ ഇങ്ങേരല്ലാതെ വേറെ ആരാണെങ്കിലും പിന്നെയും കണ്ടോണ്ടിരിക്കുക എന്നുള്ളൊരു ലെവലിലോട്ട് പോകും.
ഇത് നോർമൽ ആയിട്ട് ആരെങ്കിലും ചാവാൻ കിടക്കാനുള്ള സീനിലും ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് മാസൊക്കെ കാണിക്കുമ്പോ വെട്ടാനാണ് ബേസിക്കലി തോന്നിയത്. ഇങ്ങനെ നല്ല പെർഫോമർ ഒക്കെയാണ്. ഐസ്മാർട്ട് ശങ്കറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ ഇത് അൺസഹിക്കബിൾ അപരാധം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പടം. ഫസ്റ്റ് ഹാഫ് ഒട്ടും കണ്ടിരിക്കാൻ പറ്റില്ല, സെക്കൻഡ് ഹാഫ് പിന്നെ എന്തെങ്കിലുമൊക്കെ കാണാം. സോ വേണ്ടവർ കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിൽ ആന്ധ്ര കിങ് താലൂക്ക അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. മലയാളം ഒക്കെ ഉണ്ട്. സോ ട്രൈ ഇറ്റ് ഔട്ട്.